വന്നേണ്ടി കാടു ചുറ്റി വേടു ചുറ്റി കാളിയമ്മൻ കാവു ചുറ്റി വന്നേണ്ടി ഞാൻ വന്നേണ്ടി എക്കടി നീ പോകേ കണ്ണിയാട്ടക്കാരി കൊണ്ടുപോലെ അതിന്റെ ഉക്കാരടി അടിയാത്തി ഞാൻ சொல்லும் കഥ കേളടി കുന്തി ദേവിയുമാ ഹസ്തിനപുരേ വാണിടുമ്പോൾ നീചബുദ്ധിയാം ദുര്യോധനൻ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചു. എങ്ക കുലവീരൻ ഭാരതമലയൻ ഒടിവിദ്യകളറിയും പെരിയ മന്ത്രവാദി വിളിച്ചു വരുത്തി മലയനെ വന്നവൻ നിഴൽ കുത്തി കൊല്ലുവാൻ ആജ്ഞ നൽകി. മന്ത്രവാദക്കളമൊരുങ്ങി മലയന്റെ മന്ത്രശക്തിയാൽ കളത്തിലതാ 5 നിഴലുകൾ തെളിയുന്നതാ. 6ാമതായി ഭക്തവത്സലനാം ശ്രീകൃഷ്ണനും കുലദൈവങ്ങളെ പ്രാർത്ഥിച്ചു മലയൻ തടവൊന്നു മാറ്റി മന്ത്രം ജപിച്ചു. കളത്തിലതാ വീണ്ടും തെളിയുന്നു പാണ്ഡവരഞ്ചും നിഴലുകളായി. സ്വയം മറന്നുപോയി മലയൻ മന്ത്രവേഷത്താൽ ശരമെടുത്ത് നിലകുത്തി കഥ തീരും മുമ്പേ കരയാതെടി കണ്ണേ ഇനി சொல்லும் കഥ കൂടി കേളുങ്കടി. മടങ്ങിയ കാന്തനെ കണ്ട് കലങ്ങിയ കണ്ണത് കണ്ട് മലയെത്തി ചോദിച്ചു എന്നയ്യ ഉനക്കെന്നാ ചെയ്യാ. പറഞ്ഞു പറഞ്ഞു മലയൻ ഞാൻ കുന്തി പുത്രരെ നിഴൽ കുത്തിയെന്ന്. 2 അടി ഞെട്ടിച്ചാടിത്തിരിഞ്ഞവൾ കണ്ണുകൾ അഗ്നിനാളങ്ങളായി പാതയേറ്റ പോൽ കടന്നു പിടിച്ചവൾ ഓമനപുത്രനാ മണികണ്ഠനെ വലക്കാഴ്ച വെട്ടിപ്പിടിച്ച് ഇടങ്കാലോ ദിനമായി കേളുന്നു കുന്തിയും. പെട്ടെന്നതാ കേട്ടു വേണുനാഥൻ പ്രത്യക്ഷനായി ആർവണ്ണൻ മരിച്ചു കിടക്കുന്നത് മായാ പാണ്ഡവർ. ധർമ്മത്തിലെന്നും ഞാൻ തുണയുണ്ട്. ഭാരതമലയൻ ചെയ്തില്ലൊരു തെറ്റും മരിച്ചതിൽ പുത്രനും ജീവിക്കും. തോം 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 തക്കിടതും തോം തോം തകതും തക്കിടതകതും തക്കിടതും തകതരികിടതും തകതും മുന്നേ ഞാൻ சொன்னில்லவா കഥ കേട്ടാലേ പുണ്യമെന്ന്. നില്ലടി സുമ്മാ പോകാതടി പസിയെടുക്കാൻ ചുറ്റൊന്ന് തന്നെ പോടി അടി ഓടി. എന്ത് നാട്ടിലും ഏതു നാട്ടിലും പുത്രശോകം പെരിയതാളേ. അധമം കാണാനി നിൽക്കുമി നാട്ടിൽ അമ്മകൻ കണ്ണീരിൻ എന്തുവിധ